ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. എന്ത് കൺമുന്നിൽ അവളെ പോലീസ് കൊണ്ടുവന്ന് എനിക്കൊന്ന് കാണണം മുത്തശ്ശി. അങ്ങനെ സംഭവിച്ച സോഷ്യൽ മീഡിയ വഴി എന്റെ ഒരു പ്രചരണമുണ്ട്. പിന്നെ രാധയെന്ന് പറഞ്ഞു വിളിത്തിക്കേ പുറം ലോകം കാണാൻ പറ്റില്ല. എങ്കിലേ മോള് ഫോൺ വെച്ചു. എന്താ കുട്ടിയത്? ശ്യാമാവേടം വിളിച്ച് ശുപാർശ ചെയ്ത കുട്ടിയല്ലേ താൻ? ഞാൻ സത്യ സാർ പറയുന്നേ. എന്താ സംഭവിച്ചെന്ന് എനിക്കറിയില്ല. പ്രിയ സർ, എന്റെ കൂടെ വന്ന ആളെന്ന നിലയ്ക്ക് നിങ്ങൾ നിങ്ങളുടെ നടപടികൾ നടത്താതിരിക്കണ്ട. സാറ് വിളിച്ച് പോലീസ് പറയുന്നെങ്കിൽ പറഞ്ഞോളൂ. പ്രിയ, അവരെന്ത് നടപടിയാന്ന് വെച്ചാൽ എടുത്തോട്ടെ. എനിക്കിത്തരം ഭാരങ്ങളൊന്നും ചുമന്ന് നടക്കാൻ വയ്യ. പ്രിയ, ഞാനൊന്ന് പറഞ്ഞോട്ടെ. ഒന്നും വേണ്ട. എന്നെ നാണം കെടുത്തിയപ്പോ സമാധാനമായല്ലോ. തനിക്ക് ഇത്രയും വലിയ ചാൻസ് ഒന്നല്ലേ അവര്? അതുകൂടിയല്ലേ ഇല്ലാതാക്കിയത്. എന്തായാലും വിളിക്കേണ്ടത് ആരെയൊക്കെയാന്ന് എനിക്കറിയാം. എന്താ ചേച്ചി കാണിച്ചത്? ഞാനല്ല. പിന്നെ ഞാനാ. അയ്യോ, ഞാനൊന്നും ചെയ്തിട്ടില്ല. ജഗദീഷാണല്ലോ. ഹലോ ജഗദീഷ്. മാഡം, ഒരു സീരിയസ് ഇഷ്യൂ ഉണ്ട്. മാഡം ശുപാർശ ചെയ്ത കുട്ടിയില്ലേ രാധിക? അതെ, എന്തു പറ്റി? ഒന്ന് വണ്ടി നിർത്തൂ. നോ ജഗദീഷ്, ആ കുട്ടി അത്തരക്കാരിയല്ല. എനിക്ക് ആ കുട്ടിയെക്കുറിച്ച് നന്നായിട്ട് അറിയാവുന്നതാ. മാഡം, മാഡം ഇത്രയും നല്ല അഭിപ്രായം പറഞ്ഞൊരു കുട്ടിയെക്കുറിച്ച് ഒരു ആക്ഷൻ എടുക്കുന്നതിന് മുമ്പ് മാഡത്തിനോട് ഒന്ന് വിളിച്ചു പറയണമല്ലോ. അതുകൊണ്ടാ. ജഗദീഷ്, ഒരു കാര്യം ചെയ്യാം. അല്പസമയം ഒന്ന് വെയിറ്റ് ചെയ്യാം. ഞാനിപ്പോ തന്നെ ഒരാളെ അങ്ങോട്ട് അയക്കാം. ഓക്കെ മാഡം. മാഡം ഒരാളെ ഇങ്ങോട്ട് അയക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ആരൊക്കെ വന്നാലും പോയാലും ശരി, എനിക്ക് ഇതിന്റെ കാര്യത്തിൽ ഒരു തീർപ്പുണ്ടാക്കിയേ പറ്റൂ. അല്ലേ വലിയ ബുദ്ധിമുട്ടാ ജഗദീഷ്. സാർ ടെൻഷൻ ആവാതിരിക്കാം, നമുക്ക് കണ്ടുപിടിക്കാം. ശ്യാമ, ഇതിപ്പം ബോധപൂർവ്വം ആരോ ചെയ്തതുപോലെ ഉണ്ടല്ലോ. സംശയിക്കാൻ എന്താ അടുത്ത്? അങ്ങനെ അവളോട് പക തീർക്കാൻ ഒരാൾ മാത്രമല്ലേ ആ സീറ്റിലുള്ളൂ. പ്രിയങ്ക മാത്രമല്ലേ അവിടെ ഉള്ളൂ. പ്രിയങ്കയാണ് ഇത് ചെയ്തതെങ്കിൽ എല്ലാവരുടെ മുന്നിലും ബോധ്യപ്പെടുത്തണം. എന്നിട്ട് ആ സിനിമയിൽ നിന്ന് പുറത്താക്കുകയും വേണം. പ്രതികാരത്തെക്കുറിച്ചല്ല ഇപ്പൊ ചിന്തിക്കേണ്ടത്. മോൾക്കൊരു ചീത്ത പേര് വീണിരിക്കുക. എത്രയും പെട്ടെന്ന് അത് മാറ്റിയേ പറ്റൂ. എഴുതി, നമുക്ക് എത്രയും പെട്ടെന്ന് ലൊക്കേഷനിലെത്തണം. അല്ലെങ്കിൽ പ്രൊഡ്യൂസർ എന്തെങ്കിലും തീരുമാനം എടുക്കാൻ സാധ്യതയുണ്ട്. എങ്കിൽ പെട്ടെന്ന് പോവാം. എടുത്ത് കണ്ടോ, ഒരു നല്ല കാര്യത്തിന് മുമ്പിലേക്ക് മോളെ പിടിച്ചു നിർത്തിയതേ ഉള്ളൂ. അടുത്ത പ്രശ്നം വന്നു പെട്ടു.
ഇതാ ഞാൻ പറയുന്നത്, ആപത്തൊഴിഞ്ഞ നേരം എന്റെ മൂക്കില്ലാന്ന്. ശ്യാമ വാ. ജഗദീഷ്, ഇത് സത്യമാണെങ്കിൽ ഇന്നത്തെ റെക്കോർഡിംഗ് മുടങ്ങുമല്ലോ. ആദ്യം ഇതൊന്ന് കഴിയട്ടെ സാർ. ആ മോളെ, മുത്തശ്ശി, എന്റെ ശത്രുവിനെ ഞാൻ വീഴ്ത്തി മുത്തശ്ശി. ആ എങ്ങനെ? ആ ഇത് തന്നെയാ വേണ്ടത്. ഇനി അവള് ജയിലിൽ ചെന്ന് കിടക്കട്ടെ മോളെ. മോള് മാപ്പ് കൊടുക്കുകയാണെങ്കിൽ ക്ഷമിക്കാമെന്നൊക്കെ ആരെങ്കിലും പറയും. സമ്മതിക്കരുത് കേട്ടോ. ആര് സമ്മതിക്കാൻ? എന്റെ കൺമുന്നിൽ നിന്ന് അവളെ പോലീസ് കൊണ്ടുവന്ന് എനിക്കൊന്ന് കാണണം മുത്തശ്ശി. അങ്ങനെ സംഭവിച്ച സോഷ്യൽ മീഡിയ വഴി എന്റെ ഒരു പ്രചരണമുണ്ട്. പിന്നെ രാധയെന്ന് പറഞ്ഞു വീഴ്ത്തിക്കേ പുറം ലോകം കാണാൻ പറ്റില്ല. എങ്കിലേ മോള് ഫോൺ വെച്ചു. ആ പിന്നെ കാര്യം നടന്നു കഴിയുമ്പോ ഒന്ന് വിളിച്ചു പറയണേ. ഞാനല്ലാതെ ആര് വിളിച്ച് പറയാനാ മുത്തശ്ശി? ഞാൻ വിളിക്കാം. അതെ, ഞങ്ങള് ശ്യാമ മാഡം ഇങ്ങോട്ട് അയച്ചതാ. ആ ആ കുട്ടി എവിടെ? ദേ നിൽക്കുന്നു.